എല്ലാം അങ്ങയെ നോക്കുന്നു, ആ മുഖം മാത്രം കാണുന്നു. ഇപ്പം വന്നങ്ങ് പേടിയാ മനുഷ്യന്, എന്തോ വന്നാലും പേടി. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇപ്പൊ വിശ്വാസികൾ തന്നെ വാട്സാപ്പ് എടുത്തു കഴിഞ്ഞാൽ അയക്കുന്നത് മുഴുവൻ ഹെൽത്ത് ടിപ്സാ. പണ്ടൊക്കെ പ്രൈസ് ദി ലോർഡ് എന്നും നമ്മളെ കർത്താവ് വരുന്നെന്നൊക്കെ പറഞ്ഞത് മുഴുവൻ ഇപ്പം ഹെൽത്ത് ടിപ്സേ ഉള്ളൂ. എന്റെ ദൈവമേ, എവിടുന്നൊക്കെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. വലിയ സുവിശേഷകർ പോലും ഇന്ന് അയച്ചു തരുന്നത് മുഴുവൻ എങ്ങനെ ആരോഗ്യം സൂക്ഷിക്കാം, 90 വയസ്സ് വരെ എങ്ങനെ ജീവിക്കാം. എന്തിനാ ഈ 90 വയസ്സ് വരെ ജീവിക്കുന്നത്? എനിക്കതാ മനസ്സിലാകാത്തത്. കർത്താവ് നമ്മളെ ഫലമേൽപ്പിച്ച ജീവിതം മനമര്യാദയ്ക്ക് ജീവിക്കണം എന്ന്, അതിനൊന്നും ഞാൻ എതിരൊന്നും പറയുന്നില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മളെ ജീവൻ ആരുടെ കയ്യിലാണ്? കർത്താവിന്റെ കയ്യിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗമാലിയേൽ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒടുവിൽ പിന്നെ ഇവന്മാരെ എന്ത് ചെയ്യുന്നറിയാം, അടുപ്പിച്ച് പറഞ്ഞു വിട്ടു. ഒരടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാരും, ഇതൊക്കെയാണ് ഇവരുടെ ചിന്ത. 2 അടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം പിന്നൊന്നും പറയത്തില്ല എന്നുള്ള ഒരു ചിന്തയാണ്. ഒരു ദൈവദാസനോട് ഒരാളിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനത് കേട്ടതാ, വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മേലാൽ ഈ പുസ്തകം കൊണ്ടും ട്രാക്ട് കൊണ്ടൊക്കെ ഇറങ്ങിയാൽ നിന്നെ കൊന്നു കളയെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു പറഞ്ഞു, ബ്രദറെ അത് പെട്ടെന്ന് അങ്ങ് ചെയ്യാമോ, ഞാനൊന്ന് നോക്കിയിരിക്കുക, ഒന്ന് കൊന്നു തരാമോ? അപ്പൊ അങ്ങനെ പറയുന്നോ ഇല്ല എന്നുള്ളതല്ല അതിനകത്തെ വിഷയം. പക്ഷെ വേറെ കാര്യമുണ്ട്, പേടിക്കുന്നവന് വേണ്ടിയുള്ളതല്ല ഇത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവരുടെ കാര്യം എന്താണ്? നമ്മൾ 5-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവരെ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തുവെന്ന് സുവിശേഷിക്കുകയും ചെയ്തു. ഇനി മിണ്ടിപ്പോയേക്കലെന്ന് പറഞ്ഞു വിട്ടതാണ്. പക്ഷേ പിറ്റേ ദിവസം തൊട്ട് നേരത്തെ ആഴ്ചയിലൊരിക്കലായിരുന്നെങ്കിൽ ഡെയിലി ആക്കി. ഇതാണ് ആദിമ സഭയുടെ പാരമ്പര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തത് 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ട കാര്യം നമുക്കറിയാമല്ലോ. അവിടെയും പ്രശ്നങ്ങളുണ്ടായി, പിറുപിറുപ്പുണ്ടായി. പക്ഷേ അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനത്തെ ചില്ലറ കാര്യങ്ങൾ ഇടപെടാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യും. 2-3 MBA-ക്കാരെയൊക്കെ പിടിക്കാനല്ല പറഞ്ഞത്. MBA കഴിഞ്ഞ പിള്ളേർ, MCOM കഴിഞ്ഞ ആരെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ അവർ കണക്ക് എഴുതട്ടെ. MBA-ക്കാർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ടൊന്നുമല്ല പറഞ്ഞത്. ആത്മാവും അവിടെ പറയുന്ന കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള ആളുകളെ അത് ഏൽപ്പിക്കുക. അങ്ങനെയാണ് 7 പേരെ അവര് എടുക്കുന്നത്. എന്നാൽ നമ്മൾ അടുത്തതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആത്മനിയന്ത്രിത സഭയാണെങ്കിലും അവിടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ ആത്മനിയന്ത്രിതരായ ആളുകൾ അവരെ ചീട്ടിട്ടല്ല, വോട്ട് എടുത്തൊന്നുമല്ല, അവർ ആ സഹോദരന്മാരെ കണ്ടെത്തി അവരെ കാര്യങ്ങൾ ഫലമേൽപ്പിച്ചു. എന്നിട്ട് അവരെ അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി പ്രാർത്ഥിച്ചു, കൈവച്ചു. 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഞാൻ പറഞ്ഞു, ദൈവവചനം പരന്നു, ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. കാരണം മൂപ്പന്മാരായിട്ട് തെരഞ്ഞെടുത്ത, ചർച്ച് എൽഡേഴ്സ് ആയിട്ട് തെരഞ്ഞെടുത്ത ആളുകൾ പച്ചക്കറിയുടെ കണക്കെഴുതുക മാത്രമല്ല, സമയം കിട്ടിയപ്പോൾ പുറത്ത് പോയി സുവിശേഷം പറഞ്ഞു, പള്ളിയിൽ പോയി സുവിശേഷം പറഞ്ഞു, മഹാപുരോഹിതന്മാരോട് അല്ലെങ്കിൽ പുരോഹിതന്മാരോട് പോലും സുവിശേഷം പറഞ്ഞു. അപ്പോൾ ചിലരുടെ ചിന്ത എന്താണെന്നറിയാമോ? ഭൗതിക കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ദൈവം ചിലരെ ആക്കിയിട്ടുണ്ട്, ആത്മീയ കാര്യങ്ങൾ നോക്കാൻ വേറെ ചിലരെ ദൈവം ആക്കിയിട്ടുണ്ട്. അങ്ങനൊന്നും അല്ല, എല്ലാം ആത്മീകമാണ്. പച്ചക്കറിയുടെ കണക്കെഴുതിയാൽ അതും ആത്മീയ ശുശ്രൂഷയാണ്. അതാദ്യം മനസ്സിലാക്കണം. അല്ലാതെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നത് മാത്രമൊന്നുമല്ല ആത്മീയ ശുശ്രൂഷ. അത് ചിലരുടെ ഒരു ചിന്തയാണ്, ഞങ്ങളെ ആത്മീക ശുശ്രൂഷകൾ. അങ്ങനൊന്നുമല്ല. പൗലോസ് പറഞ്ഞത്, ഞങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ദൂത് തരാനാണ്, സമ്മതിച്ചു. പക്ഷേ അതിന് ഞങ്ങൾ എന്ത് ചെയ്യും? പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. എന്നാൽ ഇതേപോലെ ആത്മാവും ജ്ഞാനവും ഉള്ള ആളുകളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക, അവരാ ശുശ്രൂഷ ചെയ്യട്ടെ. അപ്പൊ ആത്മാവും ജ്ഞാനവും ഉള്ളവനായതുകൊണ്ട് അവൻ കണക്കെഴുത്ത് മാത്രമല്ല നടത്തിയത്, അവൻ ആത്മാവ് നിറഞ്ഞവനായതുകൊണ്ട് അവൻ പോയി സുവിശേഷം അറിയിച്ചു. അതിനകത്ത് നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് സ്തെഫാനോസ് ആണ്. സ്തെഫാനോസ് അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ, സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലിബർത്തീനർ എന്ന പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരും കിലിക്കിയ, ആസിയ എന്നീ ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തെഫാനോസിന് തർക്കിച്ചു. എന്നാൽ അവൻ സംസാരിച്ച ആത്മജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? പിന്നെയും പീഡനമാണ്. ചില ആളുകളെ വശത്താക്കി ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നതൊക്കെ പറഞ്ഞ് കള്ളസാക്ഷി പറഞ്ഞ് ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ ആക്കി. എന്നാൽ ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു.
കണ്ടോ? അപ്പോൾ കണക്കെഴുതുന്ന പുള്ളി ചില്ലറ പാർട്ടിയൊന്നുമല്ല. നാട്ടുകാർ നോക്കിയപ്പോഴത്തേക്ക് അവന്റെ മുഖത്തോട് നോക്കിയപ്പം ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. അപ്പോൾ പെർസിക്യൂഷനുണ്ട്. എന്നാൽ 7-ാമത്തെ അധ്യായത്തിൽ ഇവന്റെ പ്രസംഗം കേൾക്കണം കേട്ടോ. പത്രോസിന്റെ പ്രസംഗം നമ്മൾ പറഞ്ഞത്, പത്രോസ് പ്രസംഗിച്ചത് നമ്മൾ കണ്ടു. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാർ മാത്രം പ്രസംഗിക്കുന്നതല്ല, അടുത്ത തലമുറയിലേക്ക് ഇത് കൈമാറ്റം ചെയ്യുകയാണ്. പത്രോസ് പ്രസംഗിച്ച ആ പ്രസംഗത്തെ വെല്ലുന്ന പ്രസംഗം ആരിപ്പോ പ്രസംഗിക്കാൻ തുടങ്ങി? സ്തേഫാനോസ് പ്രസംഗിക്കാൻ തുടങ്ങി. അവിടെ 7-ാമത്തെ അധ്യായത്തിലെ ആ പ്രസംഗ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് നോക്കിയാൽ, അത് നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ മൊത്തമായിട്ട് നമ്മൾ നോക്കുന്നില്ല. അവര് അബ്രഹാമിന്റെ കാലം മുതൽ തുടങ്ങുന്നത് തന്നെ സഹോദരന്മാരും ഇത് ഉള്ളത് തന്നെയെന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ എന്ത് ചെയ്യുന്നു? സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ നിന്ന് വന്നു പാർക്കും മുമ്പേ മെസപ്പൊത്തോമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. ഞാൻ ഈ സ്തെഫാനോസിന്റെ പ്രസംഗം വളരെ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും അത് നന്നായിട്ട് പഠിക്കാൻ ഇന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അത് പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഈ പ്രയാണത്തിന്റെയും മോശയുടെ കാര്യത്തിലും അബ്രഹാമിന്റെ കാര്യത്തിലും മോശയുടെ കാര്യത്തിലും ഒക്കെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ഇൻസൈറ്റ്സ്, പഴയ നിയമത്തിൽ കിട്ടാത്ത ഇൻസൈറ്റ്സ് പലതും നമുക്ക് കിട്ടുന്നത് ഈ സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ നിന്നാണ്. കാര്യം അത്രയ്ക്കും അവൻ ദൈവവചനത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള വ്യക്തിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ സഭയിൽ പത്രോസ് വേണം. പക്ഷെ പത്രോസ് മാത്രം പോരാ, അടുത്ത ആരുടെ വേണം? സ്തെഫാനോസും വേണം. ആത്മാവും ജ്ഞാനവുമുള്ള യുവാക്കൾ എഴുന്നേറ്റ് വരണം. അത് ദൈവസഭയുടെ പാരമ്പര്യമാണ്. എന്നിട്ട് അവന്റെ ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് ഓടിച്ച് പോവുകയാണ്. അത് പ്രസംഗത്തിലേക്ക് കയറുന്നില്ല, നമുക്ക് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കാം. എന്നാൽ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന കാര്യം എന്താണെന്നറിയാമോ? അവനോടെന്താ അവർ 54-ാമത്തെ വാക്യത്തിൽ ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അപ്പോൾ ഒരു കൂട്ടര് കോപപരവശരായി, അവര് കോപം നിറഞ്ഞവരായി. പക്ഷെ ഇവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അതിന്റെ കോൺട്രാസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര രസമുള്ള ഒരു പാസേജ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്തെഫാനോസിന്റെ പ്രസംഗം വിവരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം. അതുകൊണ്ട് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. അത് നിങ്ങൾ പോയി ഒന്ന് വായിക്കണം. അവർ കോപപരവശരായി, അവരുടെ ഉള്ളിൽ കോപം നിറഞ്ഞു. ഇവന് എന്തോ നിറഞ്ഞു? പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പ്രിയമുള്ളവരെ, ഇതാണ് ആവശ്യം. സമൂഹം നമുക്കെതിരെ കോപപരവശരായി പല്ല് കടിക്കട്ടെ. നമ്മളെന്ത് ചെയ്യണം? നമ്മളും തിരിച്ച് പല്ല് കടിക്കുകയല്ല, അതിന് മറുപടി പറയുകയല്ല. നിങ്ങൾ എന്തിനാ പല്ല് കടിക്കുന്നതെന്ന് ചോദിക്കുകയല്ല. ഇവൻ അതൊന്നും ചോദിക്കുന്നില്ലല്ലോ. ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങളെന്താ ഇതൊക്കെ പറയുന്നത്? ഞാൻ എന്തോ കുറ്റം ചെയ്തത് എന്നൊന്നും ചോദിക്കുന്നില്ല. ന്യായീകരിക്കാൻ നോക്കുന്നില്ല, നീതി ഇതൊന്നും പറയാൻ നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. കാര്യം അവനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവം വെളിപ്പെടുത്തിയതായ സത്യങ്ങൾ, വേദപുസ്തക യാഥാർത്ഥ്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയും ദൈവസഭയുടെ പാരമ്പര്യം അതാണ്. ദൈവസഭയുടെ പാരമ്പര്യം ദൈവവചനത്തിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അല്ലാതെ വേറെ പാരമ്പര്യമൊന്നും നമുക്കില്ല. വ്യക്തിപരമായി അവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ പെറ്റീഷൻ കൊടുക്കാനോ കോടതിയിൽ കൊടുക്കാനോ കേസ് പറയാനോ ഒന്നും നമുക്ക് അവകാശമില്ല. നമ്മൾ അതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. ഒറീസായി വെച്ച് നമ്മളെ പള്ളി തല്ലിപ്പൊളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ പറഞ്ഞു, നമുക്ക് എന്താണെങ്കിലും ഒരു കടലാസ് കൊടുക്കുന്നതാണ് നല്ലത്, പിന്നെ ആണെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാകരുതല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം അതല്ല കർത്താവ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മളുടെ ഋതങ്കിയായിലെ അന്നത്തെ പാസ്റ്റർ നവീൻ പ്രധാൻ, അപ്പൊ അന്ന് ഞാൻ ഈ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് അവിടെ വീടുകൾ നഷ്ടപ്പെട്ട എല്ലാവർക്കും അവര് ഗവൺമെന്റ് അന്ന് വീട് പണിയാനായിട്ട് കുറച്ച് പൈസ, അന്ന് 50,000 രൂപ, ഇന്നിപ്പോ ഒരു 5 ലക്ഷം രൂപയ്ക്ക് തുല്യമാണ്, വെച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ നവീനോട് പറഞ്ഞു, നീ അതങ്ങോട്ട് ബേസ്മെന്റ് ഇടുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് ഇവൻ ബേസ്മെന്റ് ഒന്നും ഇട്ടില്ല. ഞാൻ നവീനോട് ചോദിച്ചു, വാട്ട് ഹാപ്പൻഡ്, നിനക്ക് ആ പൈസ കിട്ടിയില്ലേ? അവൻ പറഞ്ഞു കിട്ടിയില്ല. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? ഉടനെ നവീൻ എന്നോട് പറയാ, ഭയ്യ ഞാൻ വേദോസം വായിച്ചപ്പം അവർ സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചെന്ന് വായിച്ചു. അവരെന്നെ ഉപദ്രവിച്ചത് ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ലേ, ഞാനെങ്ങനെ കേസ് കൊടുക്കുന്നേ? ഞാൻ ചിന്തിച്ചടാ, ഒറീസയിലെ ആദിവാസിക്കുണ്ടായ ദർശനം എനിക്കുണ്ടായില്ലല്ലോ. ഒറീസയിലെ ആദിവാസിക്കുണ്ടായ ആത്മീക പക്വത ഇത്രയും വലിയ പാരമ്പര്യം പറയുന്ന എനിക്ക് ഉണ്ടായില്ലല്ലോ. ഞാൻ പറഞ്ഞെന്താ, നീ ആ പൈസ വാങ്ങിച്ചോണ്ട് വരാനാ പറഞ്ഞത്. അതാണ് പ്രിയമുള്ളവരെ,
ആദ്യ സഭയുടെ ആദ്യ ദിനങ്ങളിൽ അവരെങ്ങനെയാണ് ചെയ്തത്? ഇവരാരും സ്തെഫാനോസ് ഉടനെ തന്നെ കേസ് കൊടുക്കുകയോ, അല്ലെങ്കിൽ സ്തെഫാനോസ് കഴിവില്ലാത്ത ആളൊന്നും അല്ല, അവൻ ഉടനെ തന്നെ ഇതിനെതിരായിട്ട് ഒരു പെറ്റീഷൻ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പണിമുടക്ക് നടത്തുകയോ ജാഥ നടത്തുകയോ ഒന്നും ചെയ്തില്ല. ഇന്നിപ്പോ അങ്ങനല്ലേ പ്രശ്നം? സുവിശേഷ വിരോധികൾ ഭീഷണിപ്പെടുത്തി നമുക്കതിനെതിരായിട്ട് ജാഥ നയിക്കണം എന്നൊക്കെയല്ലേ നമ്മുടെ ചിന്ത, ഇല്ലേ? വേദപുസ്തകത്തിന്റെ തത്വം എന്താണ്? ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പാരമ്പര്യം ആദിമസഭയുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യം മനസ്സിലാക്കണമെങ്കിൽ ആദിമസഭയുടെ ആദ്യ ദിനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളിൽ പോകണം. അവർ കോപപരവശരായി പല്ല് കടിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരെ അല്ല നോക്കിയത്, സ്വർഗത്തിലേക്ക് നോക്കി. നമുക്ക് നോക്കാൻ ഒരു സ്ഥലമേ ഉള്ളൂ, സ്വർഗം. നമുക്കെതിരെ പല്ല് കടിക്കുന്നവരെ അല്ല നമ്മൾ നോക്കേണ്ടത് ആരെയാണ്? സ്വർഗത്തിലേക്ക്. സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയത് കൊണ്ട് അവൻ എന്ത് കാണാൻ പറ്റി? ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. പ്രിയമുള്ളവരെ, നമുക്കൊന്നും ഈ കാഴ്ച കാണാൻ പറ്റാത്തതെന്നറിയാമോ? നമ്മൾ അവിടെ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ടാണ്. നമ്മുടെ നോട്ടം ഒന്ന് മാറ്റ്. ആത്മ നിറവുള്ളവരായി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി സ്വർഗത്തേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നത് മറ്റൊന്നുമല്ല. എന്താ കാണാൻ പോകുന്നത്? ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും. നമ്മുടെ കാഴ്ച ഭയങ്കര പ്രധാനമാണ്. കണ്ണ്, കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, നിങ്ങളുടെ കണ്ണ് പ്രകാശമുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ വെളിച്ചമാണെന്ന് പറയുന്നത് പോലെ നമ്മുടെ കണ്ണൊന്ന് പ്രകാശമായാൽ മതി. ലോകത്തിന്റെ മോഹങ്ങളിലേക്കും നോക്കരുത്, ലോകത്തിന്റെ ഭീഷണിയിലേക്കും നോക്കരുത്. മോഹങ്ങളിലേക്ക് നോക്കരുത് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും. ലോകത്തിന്റെ ഭീഷണിയിലേക്കും നോക്കണ്ട. ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെട്ടു പോയേക്കാം. അടുത്തത് കാണുന്നത് അങ്ങനെ തന്നെയാണ്. അവരെന്ത് ചെയ്യുന്നു? അവൻ ഉടനെ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. സ്തെഫാനോസ് കാണുന്നത് അതാണ്. നമ്മളെ കാഴ്ച. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, മരിക്കാൻ നേരം മാത്രം ഇത് കാണുന്നതല്ല. നേരത്തെ തൊട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവനെ അന്നേരം ഇത് കാണാൻ പറ്റുള്ളൂ. സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ശിഷ്യയായിരുന്ന പെണ്ണമ്മ സന്യാസിനി, അവർ മരിച്ചുപോയി അടുത്ത സമയത്താണ്. അവർ ബാംഗ്ലൂരിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. അപ്പം അവർ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് എന്ന്. ഇപ്പം ഞാൻ ചില ഭാര്യകളാണല്ലോ എൻ്റെ വീട്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ എന്നോട് സംസാരിച്ചു. അപ്പോൾ ഈ കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ജീവിതത്തിൻ്റെ അന്ത്യ സമയത്തെക്കുറിച്ച് ഇവർ പറയുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, ഞാനന്ന് കോഴഞ്ചേരിയിൽ ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ നടന്ന് ഇടയാളമുള ചെന്നപ്പോൾ എല്ലാവരും ചുറ്റും നിൽക്കുക. കാര്യം കൊച്ചുദേശി മരിക്കാൻ ഇങ്ങനെ കിടക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഒരു തുണിയിൽ ഇച്ചിരി വെള്ളം മുക്കി കൊച്ചുകുഞ്ഞേശിയുടെ ചുണ്ടിൽ വെള്ളം നനച്ചു കൊടുത്തു. അപ്പോൾ വെള്ളം ഇച്ചിരി കുളിച്ചിട്ട് കൊച്ചുകുഞ്ഞേശി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഞാൻ മുന്നേ നിൽക്കുകയാണ്. പെണ്ണമ്മേ, സമയം എത്രയായി? ഞാൻ പറഞ്ഞു, ഉപദേശി 11 മണി കഴിഞ്ഞു. 10 മണി കഴിഞ്ഞാൽ ഞാൻ വെള്ളം കുളിക്കത്തില്ലെന്നുള്ളത് പെണ്ണമ്മയ്ക്ക് അറിയത്തില്ലേ? മരിക്കാൻ കിടന്നപ്പോഴും പുള്ളിയുടെ ചിട്ട മാറ്റിയിട്ടില്ല പുള്ളി. ഓക്കെ. പെണ്ണമ്മ സന്യാസിനോട് പറഞ്ഞു, മോനെ, അത് കഴിഞ്ഞപ്പോൾ ഉപദേശി പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് കർത്തൃകാഹളം യുഗാന്ത്യ നാളെ മുഴങ്ങുമ്പോൾ എന്നുള്ള പാട്ട് പാടാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് പാട്ട് പാടി. പാട്ട് നിർത്തിയപ്പോൾ ഉപദേശി കണ്ണുകൾ കാലും കൈയൊക്കെ നേരെ വെച്ചിട്ട് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു, ഇതോ മരണം അല്ല, ഇത് നിത്യവിശ്രമം എന്ന് പറഞ്ഞ് കണ്ണുകൾ അടച്ചു. അദ്ദേഹം എന്നും ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മരിക്കാൻ പോകുമ്പോഴും വേറെ കാഴ്ചയൊന്നും വിഷയമല്ല. പ്രിയമുള്ളവരെ, സ്വർഗീയ ദർശനത്തിൽ എപ്പോഴും ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ മരിക്കുമ്പോഴും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളെ കാഴ്ചപ്പാട് മുഴുവൻ പൈസയാണെങ്കിൽ, എനിക്ക് ഇതേപോലൊരു ദേവദാസന്റെ കാര്യം ഞാനിങ്ങനെ പറഞ്ഞു കേട്ടു. മരിക്കാറായപ്പോൾ മോൻ വന്നു കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, എടാ ഒരു 2000 രൂപയുടെ നോട്ട് തന്നേടാന്ന്. പണ്ടാ, ഇപ്പോഴത്തെ വെച്ച് ഞാൻ പറയുക, അന്നത്തെ ഏറ്റവും വലിയ നോട്ട് ചോദിച്ചു. മോൻ എന്ത് ചെയ്തു? മോൻ ചിന്തിച്ച ആർക്കെങ്കിലും, അപ്പച്ചൻ മരിക്കാൻ കിടക്കില്ലേ, ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ ആയിരിക്കും. അപ്പം മോന് അപ്പച്ചൻ്റെ കയ്യിൽ എന്ത് ചെയ്തു? ഈ 2000 നോട്ട് കൊടുത്തപ്പോൾ അപ്പച്ചൻ അതൊന്ന് നോക്കി കയ്യിൽ ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരുന്നു. ജീവനും പോയി. ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കണ്ണുകൾ എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കും മരിക്കുമ്പോഴും നമ്മളെ കണ്ണുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കണ്ണുകളെല്ലാം അങ്ങയെ നോക്കുന്നു, ആ മുഖം മാത്രം കാണുന്നു.
കണ്ണുകളെല്ലാം അങ്ങയെ നോക്കുന്നു, ആ മുഖം മാത്രം കാണുന്നു, ആ മുഖം മാത്രം കാണുന്നു. കണ്ണുകളെല്ലാം അങ്ങയെ നോക്കുന്നു, ആ മുഖം മാത്രം കാണുന്നു, ആ മുഖം മാത്രം കാണുന്നു. ഒരിക്കലും മായാത്ത ദീപക്കാഴ്ചയാമേശുവേ, അങ്ങിലയിക്കുമ്പോൾ ഞങ്ങൾ ജ്വലിക്കുന്നു, അങ്ങിലയിക്കുമ്പോൾ ഞങ്ങൾ ജ്വലിക്കുന്നു. കണ്ണുകളെല്ലാം അങ്ങയെ നോക്കുന്നു, ആ മുഖം മാത്രം കാണുന്നു. എല്ലാ മരങ്ങളും ഒരിക്കൽ വീണിടും, കുരിശുമരം മാത്രം ഉറച്ചു നിൽക്കും. എല്ലാ മരങ്ങളും ഒരിക്കൽ വീണിടും, കുരിശുമരം മാത്രം ഉറച്ചു നിൽക്കും. എല്ലാ കരങ്ങളും ഒരിക്കൽ താണിടും, അങ്ങേ കരം മാത്രം ഉയർന്നു നിൽക്കും. എല്ലാ കരങ്ങളും ഒരിക്കൽ താണിടും, അങ്ങേ കരം മാത്രം ഉയർന്നു നിൽക്കും. കണ്ണുകളെല്ലാം അങ്ങയെ നോക്കുന്നു, ആ മുഖം മാത്രം കാണുന്നു, ആ മുഖം മാത്രം കാണുന്നു. എല്ലാ ഗാനവും ഒരിക്കൽ നിലച്ചിടും, അങ്ങേ സ്വരം മാത്രം മുഴങ്ങി നിൽക്കും. എല്ലാ ഗാനവും ഒരിക്കൽ നിലച്ചിടും, അങ്ങേ സ്വരം മാത്രം മുഴങ്ങി നിൽക്കും. എല്ലാ മിഴികളും ഒരിക്കൽ അണഞ്ഞിടും, അങ്ങേ മിഴി മാത്രം തുറന്നിരിക്കും. എല്ലാ മിഴികളും ഒരിക്കൽ അണഞ്ഞിടും, അങ്ങേ മിഴി മാത്രം തുറന്നിരിക്കും. കണ്ണുകളെല്ലാം അങ്ങയെ നോക്കുന്നു, ആ മുഖം മാത്രം കാണുന്നു, ആ മുഖം മാത്രം കാണുന്നു. ഒരിക്കലും മായാത്ത ദീപക്കാഴ്ചയാമേശുവേ, അങ്ങിലയിക്കുമ്പോൾ ഞങ്ങൾ ജ്വലിക്കുന്നു, അങ്ങിലയിക്കുമ്പോൾ ഞങ്ങൾ ജ്വലിക്കുന്നു. കണ്ണുകളെല്ലാം അങ്ങയെ നോക്കുന്നു, ആ മുഖം മാത്രം കാണുന്നു. കണ്ണുകളെല്ലാം